അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തെങ്കാശിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. തെങ്കാശി മുഴുവനും കറങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തെന്മല എക്കോ ടൂറിസ്റ്റിൽ പോകുന്ന ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു മിനിറ്റോളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഓഫീസ് കാണാം. അപ്പോൾ നേരെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് ഏകദേശം ഒരു 500 മീറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ മെയിൻ ഓഫീസുണ്ട്. ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അഡ്വഞ്ചർ സോണാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റിലേക്ക് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ സോണിലേക്ക് ചെല്ലാം. ഈ രണ്ടും തൊട്ടടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗങ്ങളാണ്. എന്തായാലും വളരെ രസമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തെന്മലയിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ തെങ്കാശിയിലേക്ക് പോകുന്ന റൂട്ട്, അതായത് നമ്മൾ തെന്മലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ് 13 കണ്ണറപ്പാലം. അതായത് ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യയിലെ പർവ്വത റെയിൽവേ പാതകളിൽ ഒന്നാണിത്. 1904 നിർമ്മിച്ചതാണെന്നാണ് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടത്. അതായത് കൊല്ലത്തു നിന്ന് മദ്രാസിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു പാതയാണിത്. അപ്പോൾ ഇതിന് 13 കണ്ണറ ഉള്ളതുകൊണ്ട് തന്നെയാണ് 13 കണ്ണറപ്പാലം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അകലെ നിന്ന് കണ്ടാലേ അതിൻ്റെ വ്യൂ കിട്ടുള്ളൂ. നമ്മൾ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത്രയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിനുള്ള ഓപ്ഷനൊന്നുമില്ല. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനുള്ള പെർമിഷനൊന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്തായാലും തെങ്കാശിയിലേക്കുള്ള റോഡിനിടയിലാണ് ഈ പാലം വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ 13 കണ്ണറപ്പാലം കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് നേരെ നമ്മൾ ഇനി തെങ്കാശിയിലേക്ക് പോവുകയാണ്. കാഴ്ചകളെല്ലാം നല്ല രസകരമാണ്. കാരണം ചുറ്റും നല്ല കൃഷിയും അതുപോലെ തന്നെ വലിയ മലനിലകളും എല്ലാം നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. റോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്രയും നല്ല റോഡാണ്. അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളും അതുപോലെ തന്നെ നല്ല യാത്ര ചെയ്യാൻ വളരെ സുഖകരമായ റോഡുകൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറ്റാലം വാട്ടർഫാളാണ്. വളരെ രസകരമായിട്ടുള്ളൊരു വാട്ടർഫാളാണത്. അതുപോലെ തന്നെ അവിടെ 5 വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് കുറ്റാലം വാട്ടർഫാളിലേക്കാണ്. അപ്പോൾ നമ്മുടെ അവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു. നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് ഞങ്ങൾ ചെന്നപ്പോഴും. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ വാട്ടർഫാളിൻ്റെ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഞങ്ങളങ്ങനെ കുറ്റാലം വാട്ടർഫാളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വാട്ടർഫാളിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറ്റാലം വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തമിഴ് സോങ്ങാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. എന്തുകൊണ്ടോ ചെറുപ്പകാലം തൊട്ട് കേട്ടതുകൊണ്ടായിരിക്കും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആ പാട്ട് ഓർമ്മ വന്നു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ ഒരു സ്പാ എന്ന് തന്നെയാണ് ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തെ പറയുന്നത്. കാരണം വളരെ ആരോഗ്യകരമായിട്ടുള്ള പല മൂലികകളും അടങ്ങിയിരിക്കുന്നതാണ് ഇതിലെ വെള്ളം എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വന്ന് ഇവിടെ ഈ കുറ്റാലം വാട്ടർഫാളിൽ കുളിക്കുകയും
അതുപോലെ ആ വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നദീനട സംസ്കാരം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ക്ഷേത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നദികൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആളുകൾ ഇവിടെ വന്നിട്ട് പാപശുദ്ധിയൊക്കെ വരുത്താൻ വേണ്ടി കുളിച്ചിട്ട് ഈറനോടെ പോകുന്ന ഒരു കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കുറ്റാലം വെള്ളച്ചാട്ടം. അപ്പോൾ ധാരാളം ആളുകൾ പ്രാർത്ഥനയോടെ വന്ന് ഇവിടുന്ന് തീർത്ഥജലങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. വെള്ളച്ചാട്ടത്തിനോട് അടുത്ത് തന്നെ ചെറിയ ചെറിയ കടകളുണ്ട്. ധാരാളം സാധനങ്ങൾ നമുക്ക് മേടിക്കാവുന്ന ചെറിയ ചെറിയ ഐറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വരുമാനത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളാണ് ചുറ്റും ചെറിയ കടകളൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡ്രസ്സൊക്കെ കിട്ടും. അതുപോലെ നമുക്ക് വെള്ളത്തിലിറങ്ങാനായിട്ട് ഉള്ള ഡ്രസ്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും. അതുപോലെ തൊട്ടടുത്ത് തന്നെ ചെറിയ ഫുഡ് കൗണ്ടറുകളൊക്കെ ഉണ്ട്. അതായത് ചെറിയ സ്നാക്സൊക്കെ കഴിക്കുന്നതിന് നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു സമൂസയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അത് ഞങ്ങൾ ഉച്ചയാവറായപ്പോഴത്തേക്കാണ് ചെന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തണുത്തതൊക്കെ ആയിരുന്നു കുറച്ച്. എന്നാലും നല്ല ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭക്ഷണം തന്നെയാണത്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കാറും എല്ലാം നന്നായിട്ട് ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ധാരാളം കുരങ്ങുകൾ ഇതിന് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫുഡൊക്കെ ഉണ്ടോയെന്ന് അവരിങ്ങനെ പരിധി നടക്കണം. അപ്പോൾ ഞങ്ങൾ മേടിച്ച് സ്നാക്സിൽ നിന്ന് ഒരെണ്ണം കൊടുത്തു. കാരണം കുറേ നേരമായിട്ട് ഞങ്ങളെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളത് കൊടുത്തതിന് ഹാപ്പിയായി. അപ്പോൾ നമ്മൾ ഈ കുറ്റാലം വാട്ടർഫാൾ നമ്മൾ കണ്ട് ഹാപ്പിയായി. അപ്പോൾ നമുക്ക് തെങ്കാശിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണാവുന്ന രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ വന്നത്, കുറ്റാലം വാട്ടർഫാൾ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.